അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. എല്ലാ പഞ്ചായത്തുകളിലെയും പ്രവർത്തകരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തോടെ UDF നിലമ്പൂരിൽ തിരിച്ചു വരും. സംശയം ഉപതെരഞ്ഞെടുപ്പുകളായാലും തെരഞ്ഞെടുപ്പുകളായാലും ഭരിക്കുന്ന സർക്കാരുകളെ വിലയിരുത്താനുള്ള അവസരമാണ്. അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാക്കിയത് സർക്കാരിന്റെ ഏറ്റവും വലിയ ദുഷ്പേര് കൊണ്ടാണല്ലോ. അപ്പൊ എന്തായാലും അത് അനുകൂലമായിട്ട് വരും. അല്ല, അത് ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആരാണ്? ജനകീയ പ്രശ്നങ്ങൾ വന്നാൽ തങ്ങൾ പ്രതിക്കൂട്ടിലാക്കും എന്ന് വിചാരിക്കുന്നവരാണ്. അത് ഗവൺമെന്റാണ്. അപ്പൊ അവര് ചില സമയങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്ത് ചർച്ചകൾ ഉണ്ടാക്കും. അതൊക്കെ സ്വാഭാവികം, ഉണ്ടാക്കട്ടെ. പക്ഷെ ഞങ്ങൾ ജനങ്ങളെടുത്ത് നേരിട്ട് പോകുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാ ബൂത്തുകളിലും പോകുന്ന, എല്ലാ വീടുകളിലും പോകുന്ന പ്രവർത്തകർക്ക് അറിയാം യഥാർത്ഥ വികാരം. നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സഹോദര, ഇതിനെക്കുറിച്ചൊന്നും ഒരു ആശങ്ക വേണ്ട. UDFന് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള, ആ മനോഭാവമുള്ള ജനവിഭാഗങ്ങളെല്ലാം, അത് സംഘടനകളായാലും ജനവിഭാഗങ്ങളെല്ലാം അവർക്ക് വോട്ട് ചെയ്യും. ഞാൻ അതിലെ വിവാദങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. അത്തരം വിവാദങ്ങളൊക്കെ സർക്കാരിനെ